ഇന്ന് ഞാൻ ഈ ചേട്ടൻ്റെ കയ്യിലുള്ള പപ്പടം മുഴുവനും വിറ്റ് പൈസയാക്കി തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പപ്പടം മൊത്തം ഞാൻ വിറ്റ് തരാം. ഞങ്ങൾ ഇത് മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് പൈസ എൻ്റെ കൊണ്ടുതരാം. ഒരു പപ്പടത്തിന് എത്ര രൂപ? 50 രൂപ. ഇന്നതാ ഒരെണ്ണം 50 രൂപ. നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ ഇതേലെ രണ്ടെണ്ണം, അതുകൊണ്ട് പിന്നെ എങ്ങനെ വേണ്ടാന്ന് പറയാം. ഇനി നമ്മുടെ കയ്യിൽ മൊത്തം 4 പപ്പടം കൊണ്ടുണ്ട്. ഈ 4 പപ്പടവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വിറ്റ് പൈസ പുള്ളിക്കാരനെ ഏൽപ്പിക്കുന്നതായിരിക്കും. 7 ടൺ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് വിറ്റ്. എത്ര കണക്ക് എടുക്കാം? 3 പപ്പടം കൂടെ ഉള്ളു. 50 രൂപ ഉള്ളൊരു പപ്പടം എടുക്കാം. ശരി, ഇപ്പോൾ ഒരു പപ്പടം എടുക്കാം. 50 രൂപ. ശരി കേട്ടോ, താങ്ക് യു. ഇനി മൊത്തം നമ്മുടെ 2 പപ്പടം കൂടെ ഉള്ളു. ഇതൊരെണ്ണം 50 രൂപ. ഒരെണ്ണം മതിയോ? താങ്ക് യു. ഇത് 50 രൂപ. ശരി, താങ്ക് യു. അങ്ങനെ നമ്മൾ വാങ്ങിച്ച പപ്പടം എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഇത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ എമൗണ്ട് നമ്മൾ ആ ചേട്ടൻ്റെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. ചേട്ടൻ ഇവിടെ നിന്ന് പപ്പടം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു പപ്പടം മൊത്തം ഞാൻ വിറ്റ് തരാം എന്ന് പറഞ്ഞ് നമ്മളെ ഫൈനലി ചേട്ടൻ്റെ ഇരിക്കുന്ന പപ്പടം മൊത്തം നമ്മൾ വിറ്റ് പൈസ ആക്കിയിട്ടുണ്ട്. അതെ, ഓച്ചറ ഇനി ആരെങ്കിലും ഇതിലെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു പപ്പടെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചൊന്ന് സഹായിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. ഓട്ടെ ചേട്ടാ, ചേട്ടൻ ഹാപ്പിയാണല്ലോ? ഓക്കെ.